മിന്നാമിനിങ്ങിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തെ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ സുരഭി മികച്ച നടിക്കുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് സ്വീകരിക്കാനാണ് ഡൽഹിയിലെത്തിയത്. പുരസ്കാരത്തിലൂടെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ സ്വന്തം പേര് പതിപ്പിച്ച സുരഭിക്ക് ഡൽഹി സമ്മാനിച്ചത് ഇരട്ടി മധുരമാണ്. സ്വന്തം പേരുള്ള വെബ്സൈറ്റ് മഹാനടനായ മോഹൻലാലിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിഞ്ഞതാണ് സുരഭിയുടെ ഇരട്ടി മധുരത്തിന് കാരണം. surabhilakshmi.com എന്നാണ് വെബ്സൈറ്റിന്റെ വിലാസം. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഇന്ന് ലാൽ സാർ അത് ഇനോഗ്രേറ്റ് ചെയ്യാണ്. അതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷം. surabhilakshmi.com അല്ലേ, അതാണ് ആ സൈറ്റിൻ്റെ പേര്. ഒരു വലിയ സൈറ്റായി മാറട്ടെ. എല്ലാവിധ ആശംസകൾ. അത് നിങ്ങൾക്ക് സമ്മാനിച്ച ആൾക്കാർക്കുള്ള സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിച്ചുള്ളത്. സുഹൃത്തുക്കളായ ടോമി വർഗീസ്, ഷൈല തോമസ് എന്നിവർ ചേർന്നാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സുരഭിക്ക് പുരസ്കാരം ലഭിച്ചെന്നറിഞ്ഞ ആദ്യ മിനിറ്റിൽ തന്നെ surabhilakshmi.com എന്ന വിലാസം രജിസ്റ്റർ ചെയ്തതായി വെബ്സൈറ്റിന്റെ കണ്ടന്റ് പ്രൊവൈഡറായ ഷൈല തോമസ് പറഞ്ഞു. അതേസമയം പുരസ്കാരം ലഭിച്ച് തന്നെ വിളിച്ച് മോഹൻലാലും മമ്മൂട്ടിയും അഭിനന്ദിച്ചില്ലെന്ന വാർത്ത സുരഭി തള്ളിക്കളഞ്ഞു. അത് വിളിച്ചില്ല എന്ന് പരാതി പറഞ്ഞത് ഒരു ഓൺലൈൻ പത്രത്തിലാണ്. അവർക്കായിരുന്നു പരാതി, വിളിച്ചിട്ടില്ല എന്നുള്ളത്. എനിക്കായിരുന്നില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സലാലയിലായിരുന്നു ആ സമയത്ത്. എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ ഓരോ നമ്പർ തിരിച്ച് വിളിക്കുമ്പോൾ മലയാളത്തിലുള്ള പല നടന്മാരുടെയും PA അവരുടെ നമ്പറായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ ലാൽ സാർ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇന്നാൾ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പല നടിമാരുടെ എൻ്റെ ആരുടെയും നമ്പറില്ല, ഇവരുടെ ആരുടെയും എൻ്റെ കയ്യിൽ നമ്പറില്ല. അപ്പോൾ ഞാൻ വിളിച്ചോന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇതിന് വന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ആരും സംസാരിച്ചിട്ടില്ല. പിന്നെ സലാലയിലെ നമ്പറൊന്നും എടുത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എന്തറിയോ, ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഈ ഒരു മാസം കൊണ്ട് എനിക്കുണ്ടായ തിരക്ക് 10-25-30 കൊല്ലം ഇവരെങ്ങനെ ഇത് സഹിക്കുന്നു. പുരസ്കാര ലബ്ധിക്ക് ശേഷം നിരവധി സിനിമകളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സാധ്യതയുള്ള കഥയാണെന്ന് പറഞ്ഞാണ് പലരും സമീപിക്കുന്നത്. എല്ലാവരും എനിക്ക് ഒരു 5-6 കഥകൾ വന്നു. ഫസ്റ്റ് പറയാം, ഇത് സുരഭിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു, അങ്ങനെ നമുക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ പറഞ്ഞിട്ട് നമുക്ക് സിനിമയിൽ അഭിനയിച്ചാൽ നമ്മൾ കൊളാക്കിക്കാണും. അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അഭിനയിക്കുമല്ലോ. അപ്പോൾ ചെയ്ത് നമ്മൾ അത് നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമ്മൾ ചെയ്തിപ്പോൾ മിന്നാമിനിങ് അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്ത സിനിമയല്ല, അതൊരു അവാർഡ് സിനിമയല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ എന്ന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടത്തോട് കൂടിയിട്ട് അവരവരുടെ ഭാഗങ്ങൾ നന്നാഞ്ഞ് തുഴഞ്ഞു. അതിൻ്റെ ഒരു ആകെ തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു അവാർഡ്. അപ്പം മിന്നാമിനിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിക്കാതെ ചെയ്താണ്. അത് അങ്ങനെ എത്തിപ്പെട്ടു. ഓരോന്നും സംഭവിക്കണമല്ലോ, അതേപോലെ അങ്ങനെ അവാർഡ് സംഭവിക്കട്ടെ. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി ജൂറി ഐക്യകണ്ഠേന തന്നെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും സുരഭി പറഞ്ഞു. സുജി പട്ടാമിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.